ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 365 സന്ദേശം. നീ നിന്റെ ഇഷ്ടത്തെ പരിത്യജിക്കുമ്പോൾ ഞാൻ നിന്നിൽ വാഴുന്നുവെന്ന് മനസ്സിലാക്കുക. നീ നിന്റെ ഇഷ്ടത്തെ പരിത്യജിക്കുമ്പോൾ ഞാൻ നിന്നിൽ വാഴുന്നുവെന്ന് മനസ്സിലാക്കുക. ദൈവം എന്താഗ്രഹിക്കുന്നുവെന്നും എന്തെല്ലാം നമ്മൾക്ക് സാധ്യമാണെന്നും ഉള്ളതിൻ്റെ ഒരു വലിയ ഒരു വ്യാഖ്യാനം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ ജീവിതത്തെ മുഴുവൻ നമുക്കിതിന് സമാനമായ ഒരു തിരുവചനം കൊണ്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം. വിശുദ്ധ കൊച്ചിലേസിയെ പോലെയുള്ള വിശുദ്ധരൊക്കെ ജീവിതത്തിൽ സ്വയം ചെറുതാകാൻ നോക്കിയത് അവൻ വലുതാകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം നമുക്കറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഒത്തിരി വിട്ടുവീഴ്ചകൾ കൊണ്ട് നിറയുന്നൊരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറും. ക്ഷമയുടെ ഒരു ജീവിതമായിട്ട് മാറും. കരുണയുടെ ഒരു ജീവിതമായിട്ട് മാറും. ഉൾക്കൊള്ളലിൻ്റെയും തുറവിയുടെയും സ്വീകരണത്തിൻ്റെയും ഒക്കെ ഒരു ജീവിതമായിട്ട് നമ്മൾ മാറും. കാരണം എന്താണ്? അവിടെയൊക്കെ അഹങ്കാരമുള്ളൊരു മനുഷ്യന് ചെറുതാവാൻ പറ്റത്തില്ല. അഹങ്കാരമുള്ളൊരു മനുഷ്യൻ സ്വയം ഇടം കണ്ടെത്താൻ നോക്കും. സ്വന്തം ഇടം നഷ്ടപ്പെടുത്തുന്നവനെ പ്രതിരോധിച്ച് അവനെ മാറ്റി നിർത്താനായിട്ട് നോക്കും. പകരം അവൻ തന്നെ അവൻ്റെ മേൽ അധീശത്വം പുലർത്താനായിട്ട് നോക്കും. മറ്റുള്ളവരുടെ മുകളിൽ വലുതാകാൻ നോക്കും. പടർന്ന് പന്തലിക്കാൻ നോക്കും. സ്വയം വളരാൻ നോക്കുന്നവൻ, തനിക്ക് വേണ്ടി ശേഖരിക്കുന്നവൻ ചിതറിക്കപ്പെടുമെന്ന് ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? തന്നെ ഇല്ലാതാവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ഇല്ലാതാവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഇല്ലാതാവാൻ, തനിക്ക് വേണ്ടി ഒന്നും ശേഖരിക്കാത്തവനെ കർത്താവ് തൻ്റെ തന്നെ പ്രതിച്ഛായയായിട്ടും പ്രതിരൂപമായിട്ടും തൻ്റെ തന്നെ നിറവായിട്ടും അഭിഷേകമായിട്ടും മാറ്റും. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറയുന്നുണ്ട്, നിന്റെ ശൂന്യതയാണ് എന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്നത്. കാരണം നിന്റെ ശൂന്യതയിൽ ഞാൻ സ്വയം വെളിപ്പെടുത്തുന്നു. നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. നിനക്കെൻ്റെ കൃപ മതി എന്ന് നമ്മളോട് പറഞ്ഞ കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ഭവനം എന്നിലൂടെ ഒരു ക്ഷമയുടെ അനുഭവവും അഭിഷേകവുമായിട്ട് മാറട്ടെ. എൻ്റെ ചുറ്റുപാടുകളിൽ എന്നെ ദ്രോഹിക്കുന്നവർക്ക് മാപ്പ് നൽകുന്ന കരുണയുടെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ മാറട്ടെ. രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ നിശബ്ദമായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നമ്മുടെ ഗുരു നമുക്ക് മുൻപിലുണ്ടെങ്കിൽ, എൻ്റെ ഈശോയെ, നിനക്കുള്ള നിൻ്റെ ശൈലി, നിൻ്റെ ഹൃദയത്തിൻ്റെ ശൈലി എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.